എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ കസ്റ്റഡിയിലുള്ളൊരു വണ്ടി സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ഒരു തലവേദനയില്ല, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, സ്ക്രാപ്പിന് പോയി കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നുള്ളൂ. അതേസമയം പ്രശ്നം വരുന്നത് ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ വന്നെത്തി നിൽക്കുന്നത് പത്തനംതിട്ടയിലെ മുളക്കുഴ എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശത്താണ്. മുളക്കുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂർ അടുത്തായിട്ട് വരും. അപ്പോൾ ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ആരും ഡൗട്ട് അടിക്കേണ്ട, പക്ഷേ ഇത് മുളക്കുഴ എന്ന് പറയുന്നത് പ്രോപ്പർ പത്തനംതിട്ട തന്നെ കേട്ടോ. അപ്പം ഞാൻ എന്തിനും ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൻ ചാനൽ, അതായത് ക്യൂനോൺ വിൽസണിൻ്റെ ചാനലിൽ നമ്മുടെ പുതിയ സ്ക്രാപ്പേജ് പോളിസിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ MC റോഡിൻ്റെ സൈഡ് തന്നെയാണ്. സോ കണ്ടുപിടിക്കാനായിട്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അതെ, എൻ്റെ പുറകിൽ കാണുന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ നമ്മുടെ ഏത് വണ്ടി ആയിക്കോട്ടെ, സൈക്കിൾ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വണ്ടിയും സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പറയാം. ഇങ്ങനെ പടർന്ന് കിടക്കാൻ നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്തൊന്നും തുടങ്ങാം, കാരണം നടുക്കുമെന്ന് നിന്നാലോ ഒന്നുമില്ലാതെ ഇപ്പോൾ അപ്പം നമുക്കൊരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തുടങ്ങാം. അതായത് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഒക്കെ ഇങ്ങനെ പാർട്സ് ഇങ്ങനെ പൊളിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ, അതായത് ഇതിൻ്റെ ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ സൈക്കിൾ തൊട്ട് അതിന് മുകളിലോട്ടുള്ള സൈക്കിളെല്ലാം എൻ്റെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള എല്ലാ തരം വണ്ടികളും സ്ക്രാപ്പ് ചെയ്ത് ഇങ്ങനെ പാർട്സൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, നമുക്കിപ്പോൾ എന്തെങ്കിലും വണ്ടിയുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും സ്പെയർ പാർട്സ് വേണമെന്നുണ്ടെങ്കിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ആക്സിഡൻറ്റിലാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ചിലപ്പം എല്ലാ പാർട്സും ഒന്നും നമുക്ക് അവൈലബിൾ ആയി ഇരിക്കത്തില്ല. മാത്രമല്ല ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെ വില തേടി നോക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കൊന്നും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത് കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഇങ്ങനെ വണ്ടി ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ആണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റിനനുസരിച്ച് ഇവിടെ സാധനം കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഇച്ചിരി നോക്കി എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ, കാരണം എല്ലാ റേഞ്ചിലും ഉള്ള സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇച്ചിരി നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം തന്നെയാണിത്. അപ്പം ഈ സൈഡ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ബൈക്കിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് ഇത്. ഈ ഫുള്ളൊരു ചെറിയ ഒരു ഷെഡ് ഇവിടെ ചെയ്തേക്കുന്നത് ഫുള്ള് ബൈക്കിൻ്റെയാണ്. അപ്പം ബൈക്കിൻ്റെ A to Z സാധനമാണ് കേട്ടോ. കാരണം ഒരു ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് പൊളിക്കുമ്പോഴേക്കിനും അതിൻ്റെ എല്ലാം തന്നെ ഇവരിവിടെ വെക്കുന്നുണ്ട്. ഇപ്പം മേളിലായിട്ടുണ്ട് തൂക്കിയിട്ടേക്കുന്നുണ്ട്. നമ്മുടെ പെട്രോൾ ടാങ്കും അതുപോലെ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റും, അതായത് ഒരു മൊട്ട് സൂചി വരെ നമുക്ക് നമ്മുടെ വണ്ടിയിലുണ്ടെങ്കിൽ അത് വരെ ഇവിടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത്രയും വണ്ടി വന്ന് പൊളിക്കുമ്പോഴേക്കും ഇവരൊന്നും വണ്ടി പൊളിച്ചാൽ എല്ലാം അവരിങ്ങനെ നിരത്തി വെക്കുവാണ്, അല്ലാതെ ഇവരൊന്നും കളയുന്നില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഇനിയിപ്പം കാറിൻ്റെ സൈഡിലോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടും കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടോ, ഇതാണ്ട് ഇവിടെയായിട്ട് നമ്മുടെ കാറിൻ്റെ ആ ഒരു സെക്ഷന് ഇവിടെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാറ് മാത്രമല്ല കേട്ടോ, നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെയും ചെറുതായിട്ട് ഈ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡാഷിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങോട്ടാണ് ഇത് ഒരു ഫുള്ള് ഒന്ന് ക്യാമറ വെച്ചിരുന്ന് പൊക്കിയാൽ നമുക്കൊരു വൈഡായിട്ട് ഇത് കാണാൻ പറ്റും. ഇത്രയും ഏരിയയിലായിട്ട് ആണ് ഇതിങ്ങനെ കിടക്കുന്നത്. ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. നിങ്ങൾ ഈവൻ ഇങ്ങോട്ട് നോക്കിയാൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ സൈക്കിൾ തൊട്ട് മുകളിലോട്ടുള്ള എല്ലാ വണ്ടിയും പിടിക്കുമെന്ന്. അതിപ്പം എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല, നമുക്ക് ഒരു ജയഹാമറിൻ്റെ ഒരു കംപ്രസറിയും ഉണ്ടാകും തോന്നുന്നു. മീൻസ് ആയിരിക്കാം, വലിയ ഉറപ്പില്ല, മീൻസ് ആയിരിക്കാം അല്ലേ, ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ട് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്, അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ മിക്സപ്പ് ചെയ്തേക്കുമല്ല. കാരണം ഇപ്പോൾ എൻ്റെ പുറകിലായിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് ഫുള്ള് വണ്ടിയുടെ എൻജിൻസ് ഇങ്ങനെ അഴിച്ചിട്ടേക്കുവാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് വന്നാൽ അതെ ഇവിടെ ആയിട്ടൊരു ഷെഡ് കണ്ടോ. ഈ ഷെഡിൽ നമുക്ക് എന്താണ് അപ്പുറത്ത് നമ്മൾ ബൈക്കിൻ്റെ സെക്ഷനിൽ കണ്ടോലെ തന്നെ ഈ ലൈറ്റ്സ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം മുകളിൽ തൂക്കിയിട്ടേക്കുന്നതാണ്. പിന്നെ അതുകൊണ്ടോ ഗ്രില്ല് അതുപോലത്തെ സാധനങ്ങളെല്ലാം മുകളിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾട്ടോ, അങ്ങനെ വാഗണർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മേളിലോട്ടുള്ള ആ ഹെഡ്ലൈറ്റിൻ്റെ സെഗ്മെൻറ്റൊക്കെ അങ്ങനെ തന്നെ ആണ് അവർ ഓരോ വണ്ടിയുടെ ആയിട്ട് വെച്ചേക്കുന്നത്. താഴോട്ട് ഇച്ചിരി മിക്സപ്പ് ചെയ്താട്ടോ ഇട്ടേക്കുന്നത്. അതായത് കറക്റ്റ് വാഗണാറിൻ്റെ താഴെ നമുക്ക് വാഗണാറിൻ്റെ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിരിക്കത്തില്ല. ദെൻ എഞ്ചിൻ്റെ ആ ഒരു ഏരിയ അത് അപ്പുറത്ത് ഞാൻ കാണിച്ചില്ല ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇച്ചിരി ഇവിടെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിലാണ് ഗിയർ ബോക്സിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. അതെ ഇങ്ങോട്ട് വയ്ക്കുക, നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു സംഭവം, സ്റ്റിയറിങ്ങിൻ്റെ ഇതാകട്ടോ താഴോട്ട് കണ്ടോ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ റോഡും കാര്യങ്ങളും എല്ലാം പോയേക്കുന്നതൊക്കെ. ദെൻ നമുക്ക് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ
ഇവിടായിട്ടുണ്ട് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ സെക്ഷൻ സിങ്ങി വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഒമ്നി, അതുപോലെ നമ്മുടെ 800 അങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ദെൻ മേളിലോട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സംഭവം എല്ലാം ഫുള്ളായിട്ട് മേളിലാണ് കേട്ടോ ഈ കൂടുതലും സ്റ്റിയറിങ്, അതുപോലെ ലൈറ്റ്സ്, ഇങ്ങനത്തെ യൂണിറ്റൊക്കെ ഡാഷൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കൊണ്ട് ബാക്കി ഹെവി ആയിട്ടുള്ള മൊത്തം നിലത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. വന്ന് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പറ്റുന്ന റേറ്റിൽ നമുക്ക് സാധനം വാങ്ങിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു പക്കാ പ്രോഡക്റ്റ് എടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യുന്നിടത്ത് വന്നെടുത്താൽ നല്ല നോക്കി എടുക്കാവുന്ന ഒരു സംഭവമുള്ളൂ. അതായത് നമ്മുടെ കൂടെ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ്. ദെൻ അതുകൊണ്ട് അവിടെ ആയിട്ട് അലോയി ഒക്കെ കിടപ്പുണ്ട്, അലോയി വീലും കാര്യമൊക്കെ കിടപ്പുണ്ട്. അപ്പം അലോയി വീൽ ഞാൻ ഇവിടെ കണ്ടുള്ളൂ, വേറെ എവിടെയും ഞാൻ കണ്ടില്ല. അവിടെ ഇപ്പോൾ 2 കിടക്കുന്നത് കണ്ടു. അപ്പം നമ്മളിത് ആ ഒരു ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞത് ഇങ്ങോട്ടിങ്ങ് വരുമ്പോഴത്തേക്കാണ് നിങ്ങളെ നമ്മൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റും നമ്മുടെ ഫ്യൂൾ ടാങ്ക് എല്ലാം ഇട്ടേക്കുന്നുണ്ട്. എൻജിൻ വരുന്നത് ഈ ഒരു സെക്ഷനിലായിട്ട് നമ്മുടെ ബൈക്കിൻ്റെ എൻജിനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതായിട്ട് കാണാം. പിന്നെ പൊളിക്കാനായിട്ടുള്ള കുറച്ച് വണ്ടികൾ ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്, കുറച്ച് പൊളിച്ച സ്കെൽട്ടൺ പോലെ ബാക്കി കുറച്ച് വണ്ടികൾ നിൽപ്പുണ്ട്. പിന്നെ ഇതേ നമ്മുടെ എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. കുറേ സ്കൂട്ടറിൻ്റെ ഒക്കെ ഇതുണ്ട്, ആക്റ്റീവയൊക്കെ പൊളിച്ച് വെച്ചേക്കുന്നു, ഒരു ഓട്ടോ. പിന്നെ നമ്മുടെ ക്വാളീസിൻ്റെ ഇപ്പം വെളിയിൽ നിന്ന് കാണുമ്പോഴേക്കും വലിയ ഇതൊന്നുമില്ല, അകത്തുനിന്ന് എന്തൊക്കെ കുറേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. സീറ്റ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല, അത് സ്ക്രാപ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ കാണത്തുള്ളൂ. പിന്നെ ഒരു ആക്സെൻറ്റ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മാരുതിയുടെ 800ൻ്റെ ഫുള്ള് വീലൊക്കെ ഊരിയ രീതിയിലാണ്. പിന്നെ ഇത് ഏതാണ്ട് മൂടിയിട്ടേക്കുന്നത്. അപ്പം ദേ ഇത്രയൊക്കെയാണ് ഇവിടെ നീ ഫുള്ള്. ശരിക്കും ഞാൻ ഈ നമുക്കിങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് വിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാണ്. അതായത് എൻജിൻ യൂണിറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറേ നേരം എടുത്ത് ഒരു ഫുൾ ഡേ എടുത്ത് പറയാനായിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലുണ്ട്. കാരണം അത്രയ്ക്ക് ഓരോന്നും. കാരണം അതായത് വണ്ടിയുടെ ഒരു എത്ര ചെറിയൊരു പാർട്സ് പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ വന്നാൽ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് നമ്മുടെ ബൈക്ക് അതുപോലെ കാറ് പോലുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളാണെങ്കിൽ ഇച്ചിരി കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിലോട്ടുള്ള വണ്ടികളൊക്കെ അപ്പുറത്തായിട്ടൊരു മതിലിൻ്റെ ഒരു സൈഡിലോട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് അപ്പം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് വലിയ വണ്ടികളെല്ലാം ആ ഒരു സൈഡിലോട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഒന്ന് റോഡിൻ്റെ സൈഡിൽ വന്നിട്ട് വേണം കേട്ടോ ഇപ്പുറത്തോട്ട് പോകാനായിട്ട്. കാരണം അപ്പുറത്തോട്ടൊക്കെ വഴി ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അതൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇതുവഴി ഇച്ചിരി നോക്കി കിടന്നില്ലെങ്കിൽ ആ താഴെ കുഴി കിടക്കുക, നമ്മളൊരു സ്ക്രാപ്പായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റും കൂടെ കാണാം. അതായത് വലിയ വണ്ടികളൊക്കെ ഇട്ടേക്കുന്നത് ഇവിടെ ആയിട്ടാണ്. വലിയ വണ്ടിയുടെ കൊടുത്ത് കാറും ഒക്കെ കിടപ്പുണ്ട്, ഇതേ ട്രാവലറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതേ ഈ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കാണിച്ചല്ലോ അവിടുന്ന് 2 ട്രാവലർ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ടയറൊന്നും ഊരി മാറ്റിയിട്ടില്ല. അകത്തോട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്തതിന് കയറണ്ട. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സീറ്റൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. ഇതിന് വലിയ കാര്യത്തിലൊന്നും ഊരിക്കൊണ്ട് പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഊരിലും പരിപാടിയൊക്കെ നടക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. കാര്യം ഇവൻ്റെ ടയറും എല്ലാം അതേപടി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രാപ്പിങ് നടക്കുന്നതായിരിക്കും. ദെൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വലിയ വണ്ടി മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ കാറും അതുപോലെ തന്നെ എല്ലാ വണ്ടികളും കിടപ്പുണ്ട്. ഇത് അപ്പുറത്തായിട്ട് ഒരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ ഒരു ഇൻഡിക്കയില്ലേ, അതിനെ കൺവേർട്ടബിൾ ആക്കി ഇട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ ടോപ്പ് ഫുള്ള് ഊരിയിട്ടുണ്ട്. ടോപ്പ് ഫുള്ള് ഊരിയിട്ട് ബാക്കിലത്തെ സീറ്റും എടുത്തു കളഞ്ഞു. ഇപ്പം ഇവനുള്ളതെന്ന് പറഞ്ഞാൽ 2 സീറ്റുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട്. പെഡലൊന്നും ഊരിയിട്ടില്ല, അതൊക്കെ അതുപടി ഉണ്ട്. ദെൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പോർഷൻ ഇതൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ഇവർ വളരെയധികം ഒരു പാറ്റേണിൽ ഒരു സാധനം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോറും അതുപോലെ തന്നെ പുറകിലത്തെ ഡിക്കിയുടെ അവിടുത്തെ ടെയിൽ ഗേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡോറ് കണ്ടില്ല, ടെയിൽ ഗേറ്റ്, പിന്നെ നമ്മുടെ ആ ഒരു ഹുഡിൻ്റെ എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു അംബാസഡർ അല്ലേ. ഇത് ഫുള്ള് ഇതൊരു സെഗ്മെൻ്റ് ആയിട്ട് ചെയ്തേക്കുവാണ് കേട്ടോ. അതെ, ഇതൊരു സെഗ്മെൻ്റാണ്. ഇത് ഈ കാണുന്നത്, അതായത് എൻ്റെ വലത് സൈഡിൽ കാണുന്ന മൊത്തം ഓരോ വണ്ടികളുടെ ഇങ്ങനെ അവരെ
ഇവിടെ വരെ എന്താണ് ഓരോ വണ്ടി ഇടയ്ക്കൊന്ന് മിക്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കൂടുതൽ ഈ സൈഡിലോട്ട് ടെയിൽ ഗേറ്റ് മാത്രമല്ല ഇങ്ങോട്ട് വന്നാൽ ഇത് ഫുള്ള് ഇതാണ് നമ്മുടെ മാരുതി 800 മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട്. മാരുതി 800 നമ്മുടെ ആ ഒരു ഇതുണ്ട് ബോണറ്റും അതുപോലെ തന്നെ ഡോറും എല്ലാം നിരത്തി വെച്ചേക്കാണ്. ഇതാണ്ട് ഇവിടെയും കുറേ വണ്ടിയുടെ ഇങ്ങനെ നമുക്ക് ഡോറ് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാം കേട്ടോ. ഇത് ഫുള്ള് ഡോറാണ്. ഇങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഡോറ്. എഗെയിൻ നമുക്ക് ഇങ്ങി വരുമ്പോഴേക്ക് ഇതാണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ അങ്ങോട്ടൊരു ബോണറ്റ് ഇരിക്കുന്നതായിട്ട് കാണാം. ഇത് നമ്മുടെ ഇതാണ്ട് സുമോയുടെ ഒരു ഡോറ് വന്നിട്ടുണ്ട്. ദെൻ ഈ സൈഡിലോട്ടും ഫുള്ള് അംബാസഡറിൻ്റെ ഇതാണ്ട് മൊത്തം അല്ല ഇതാണ്ട് ഇവിടെ 2 അംബാസഡറിൻ്റെ ഡോറ് കാണാം. അതുപോലെ തന്നെ ഇങ്ങ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാഗണാറിൻ്റെ പുറക് അതേപടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെ ശരിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഡോറൊക്കെ ഡെൻ്റ് ആകുമ്പോഴേക്കും നൂർക്കാൻ പറ്റത്തില്ലാത്ത ഡെൻ്റ് ആവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് കറക്റ്റ് അധികം പ്രശ്നമില്ലാത്ത നോക്കിയെടുക്കണം കേട്ടോ. കാര്യം അധികം തുരുമ്പില്ലാതെ പുതിയത് വല്ലതും ഇവർ പെട്ടെന്ന് അധികം സ്ക്രാപ്പ് ആയിട്ട് അധികം ആകാത്തൊക്കെ നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള സാധനം കിട്ടും. അതായത് വലിയ വിലയില്ലാതെ ബെറ്റർ ആയിട്ടുള്ള സാധനം കിട്ടും. ഏകദേശം ഒരു എൻഡിങ്ങിലോട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനും കൂടെ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കിയതുകൊണ്ട് ഇതൊക്കെ പക്കാ ഒരു വലിയ ഒരു തരത്തിലുള്ള പ്രശ്നമൊന്നും ഇല്ലാത്ത ഡോറും കാര്യങ്ങളുമാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. ഇവിടുത്തെ അത്യാവശ്യം പരിപാടികളെല്ലാം കണ്ടല്ലോ. അതായത് ഏതൊരു പാർട്സും ഇവിടെ വന്നാൽ അവൈലബിൾ ആണ്, അല്ലാതെ ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നില്ല. എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ സ്ക്രാപ്പേജ് പോളിസിയിൽ ഉൾപ്പെടുത്തി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ കസ്റ്റഡിയിലുള്ളൊരു വണ്ടി സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ ബുക്കും പേപ്പറും എല്ലാം ക്ലിയർ ആയിട്ടുള്ളൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ഒരു തലവേദന ഇല്ല, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, സ്ക്രാപ്പിന് പോയി കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നുള്ളൂ. അതേസമയം പ്രശ്നം വരുന്നത് നമ്മുടെ ഇനി നഷ്ടപ്പെട്ടു പോയതാണ് ബുക്കും പേപ്പർ നഷ്ടപ്പെട്ടു പോയ വണ്ടി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമുക്ക് ഒരു ഇഷ്യൂ ആയിട്ട് നമുക്കൊരു തലവേദനയായിട്ട് വരുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബുക്കും പേപ്പറും പെൻഡിങ് ഉണ്ടെങ്കിൽ അവർ വണ്ടി വിലയിൽ നിന്ന് കുറച്ചിട്ട് ഈ സ്ക്രാപ്പിൻ്റെ ഓണറിൻ്റെ പേരിലാക്കിയിട്ട് അവർ ഈ പെൻഡിങ് സംഭവം എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവർ തന്നെ പൊളിച്ച് പരിപാടിയെല്ലാം തീർക്കുന്നത്. അവിടെയും നമുക്ക് ഇതിന് തലവേദന കുറവാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ചെയ്യുന്നത്. അതായത് ഇപ്പം RC ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ ഇവിടെ അവർ കൂടുതലും എടുക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പേരിലൊരു വണ്ടിയാണ്, എൻ്റെ RC എല്ലാം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതായത് ഇങ്ങനെ RC ബുക്ക് നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് അങ്ങനെ പക്കാ ആയിട്ടെല്ലാം അതിൻ്റേതായ തക്ക പ്രൊസീജിയറിൽ പോകണം. അത്രയാണ് ഇവിടെ നിർബന്ധമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ അലുക്കുലുത്ത ഊട് പരിപാടിയൊന്നും പിടിക്കുന്ന ഒരു സ്ഥലമല്ല, ആദ്യം തന്നെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് പോരണ്ട. അതായത് നമ്മുടെ ഭാഗത്ത് 100% നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി സ്ക്രാപ്പ് ചെയ്യാം, ഒരു തരത്തിലുള്ള തലവേദന നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെയർ പാർട്സോ കാര്യങ്ങളോ വേണമെങ്കിൽ ഇവിടെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം ഇവിടുത്തെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഓണറിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടി പൊളിച്ച് വിൽക്കുന്നതെന്ന് പറയുന്നത്, പൊളിച്ച് പാർട്സുകൾ വിൽക്കുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം എന്നത്തെയും പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് എടുത്ത് തൊട്ടപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ അമർത്തി. അപ്പായിരിക്കും ഞാൻ എടുത്ത ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് വരുന്നവരെ